ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. ഒരു ഫയൽ ഓർഗനൈസറാണ്. അതായത് നമ്മുടെ സ്കൂളിലേക്കുള്ള അസൈൻമെൻറ്റ്സും പ്രൊജക്ട്സും ഒക്കെ ഓർഗനൈസ് ചെയ്ത് വെക്കാനുള്ള ഒരു ഫയല്. പിന്നെ ഫാദേഴ്സ് ഡേ ഗിഫ്റ്റെന്നും കൂടി നിങ്ങൾ തംബ്നെയിൽ കണ്ടിട്ടുണ്ടായിരിക്കും. ശരിയാണ്, എല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്നത്തെ. അപ്പോൾ ഇന്നത്തെ ഒരു ക്രാഫ്റ്റിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് കളർ പേപ്പേഴ്സും പിന്നെ A4 ഷീറ്റ് പേപ്പേഴ്സുമാണ് കേട്ടോ. പക്ഷേ നിങ്ങളിപ്പോൾ സ്കൂളിലേക്കുള്ള പ്രൊജക്ട്സിനും അസൈൻമെൻറ്റ്സിനാണ് ഈ ഒരു ഫയൽ ഫോൾഡർ ഉണ്ടാക്കുന്നതെങ്കിൽ കളർ പേപ്പേഴ്സിന് പകരം നിങ്ങൾ സാധാരണ A4 ഷീറ്റ് പേപ്പർ എടുക്കുകയായിരിക്കും നല്ലത്. അതെന്താണെന്ന് നിങ്ങൾക്ക് വഴിയെ മനസ്സിലാവും. വീഡിയോ മുഴുവൻ സ്കിപ്പ് ചെയ്യാതെ കാണും കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ 2 A4 ഷീറ്റ് പേപ്പർ എടുത്തിട്ടുണ്ട്. അത് ഇതേപോലെ ഹാഫാക്കി മടക്കുകയാണ്. പകുതിയാക്കിയിട്ട് മടക്കുക. അപ്പം മടക്കുമ്പോൾ കറക്റ്റ് ചെരിയാതെ മടക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ മടക്കിയപ്പോൾ നമുക്ക് ആ മാർക്സൊക്കെ കിട്ടിയില്ലേ. ഇനി അതിൽ കൂടെ നമ്മളിതാ ഇതേപോലെ സിഗ്സാഗായിട്ട് മടക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ചെരിയാതെ മടക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യം ഹാഫാക്കി മടക്കിയത്. അപ്പോൾ അങ്ങനെ നമ്മൾ 2 എണ്ണം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനിയാണ് നമുക്ക് കളർ പേപ്പേഴ്സിൻ്റെ ആവശ്യമുള്ളത്. അപ്പോൾ നമ്മുടെ കളർ പേപ്പേഴ്സ് നമ്മൾ ഈ ഒരു രീതിയിലാണ് ഒട്ടിച്ചു കൊടുക്കാൻ പോകുന്നത്. കണ്ടില്ലേ, ഇതേപോലെ കേട്ടോ. അപ്പോൾ ഓരോന്നായിട്ട് നമുക്കിങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് എത്ര കള്ളികൾ വേണോ അത്രയും പേപ്പേഴ്സ് എടുക്കുക. അപ്പോൾ ഞാനിവിടെ വെച്ച് നിർത്താണ്. എനിക്ക് ഇത്രയും 4 കള്ളികൾ മതി. അപ്പോൾ ഞാനിതിവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ബാക്കി തുടർന്നുകൊണ്ട് പോവാം. അപ്പോൾ ഞാനിതിവിടെ വെച്ചിട്ട് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മളിങ്ങനെ എടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഈ പേപ്പേഴ്സ് പെട്ടെന്ന് കീറി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ഐഡിയ ചെയ്യാം. ഇതിൻ്റെ ഈ എഡ്ജിൽ നമുക്ക് സെല്ലോ ടേപ്പ് ഒട്ടിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ആദ്യമേ തന്നെ അതായത് ഈ പേപ്പറിൽ ഗ്ലൂ കൊണ്ട് ഒട്ടിക്കില്ലേ, അതിന് മുന്നേ ഇതേപോലെ സെല്ലോ ടേപ്പ് വെച്ച് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഓരോ പേപ്പറിനും സെല്ലോ ടേപ്പ് വെച്ച് ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ എപ്പോഴും ഫയൽ എടുക്കുമ്പോൾ പെട്ടെന്നൊന്നും കീറിപ്പോവില്ല. കുറേ നാൾ നമുക്ക് കേടുകൂടാതെ ഉപയോഗിക്കാനായിട്ട് പറ്റും. അത് കഴിഞ്ഞു. ഇനി നമുക്ക് വേണ്ടത് ഇതിനൊരു ചട്ട ഉണ്ടാക്കണം. അതിനായിട്ട് ഞാൻ നമ്മുടെ സാധാരണ 5 രൂപയുടെ ചാർട്ട് പേപ്പർ ഉണ്ടല്ലോ, അതാണ് എടുത്തിരിക്കുന്നത്. ഒരു യെല്ലോ കളറ്. അപ്പം അത് ഈ ഒരു അളവിലാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ആദ്യം നമ്മുടെ പേപ്പർ വെച്ച് നോക്കുക. അതിനേക്കാളും ഒരു 2 സെൻറ്റിമീറ്റർ കൂടുതൽ നിൽക്കുന്ന, അല്ലെങ്കിൽ 2-3 സെൻറ്റിമീറ്റർ ആയാലും കുഴപ്പമില്ല, കൂടുതൽ നിൽക്കുന്ന രീതിയിലാണ് നമ്മളിത് കട്ട് ചെയ്തെടുക്കേണ്ടത്. അങ്ങനെ നമ്മൾ ചട്ടി ഉണ്ടാക്കാൻ പോവാണ്. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു കാര്യം ചെയ്യാം. ഈ ചാർട്ട് പേപ്പറിൻ്റെ കൂടെ കട്ടിയുള്ള കാർഡ്ബോർഡ് പീസ് വേണമെങ്കിൽ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം, ഒന്നും കൂടി നല്ല ബലം കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പം അങ്ങനെ കുട്ടികളൊക്കെയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ കാർഡ്ബോർഡ് പീസും കൂടി ഒട്ടിച്ചു കൊടുക്കുകയാണെങ്കിൽ നന്നായിരിക്കും. കുറേ കാലം നമുക്ക് അതേപോലെ യൂസ് ചെയ്യാനായിട്ട് പറ്റും. അതല്ല നമ്മൾ സാധാരണ വലിയവരൊക്കെ ആണെങ്കിൽ ഒന്നുകൂടി കെയർ ചെയ്ത് സൂക്ഷിച്ചൊക്കെയാണല്ലോ യൂസ് ചെയ്യുക. അതുകൊണ്ട് കുഴപ്പമുണ്ടായിരിക്കില്ല. അപ്പോൾ അതൊക്കെ നമ്മുടെ ഓരോരുത്തരുടെയും ക്രിയേറ്റിവിറ്റി അനുസരിച്ച് അല്ലെങ്കിൽ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൻ്റെ പുറം ചട്ട നമ്മൾ ഇതേപോലെ ഒട്ടിച്ചെടുക്കുകയാണ്. ഇനി ഇതിപ്പോൾ യെല്ലോ ആയത് കാരണം പെട്ടെന്ന് ആലോചിച്ചപ്പോൾ എൻ്റെ മനസ്സിലേക്ക് മിനിയൻസിൻ്റെ തീമാണ് വന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഞാൻ ചെയ്ത് കൊടുക്കുകയാണ്. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ കളർ പേപ്പറൊന്നും ഇല്ലെങ്കിൽ നമുക്ക് പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾ വേറെ ഏതെങ്കിലും കളർ പേപ്പറാണ് എടുക്കുന്നതെങ്കിൽ അതിനനുസരിച്ചുള്ള ഒരു തീം കൊടുക്കാം. ഇപ്പോൾ ഇവിടെ നമ്മൾ ഫാദേഴ്സ് ഡേക്കുള്ള ഗിഫ്റ്റായിട്ടാണ് ഇത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ മിനിയൻസ് തീമൊന്നും വെക്കരുത് കേട്ടോ. അവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ കോട്ട് എഴുതി കൊടുക്കേ അങ്ങനെ എന്തെങ്കിലും ചെയ്യാം. ഇപ്പോൾ ടീച്ചേഴ്സിനാണ് കൊടുക്കുന്നതെങ്കിൽ ആ ഒരു രീതിയിൽ ചെയ്യാം. അപ്പോൾ ഇതൊക്കെ നല്ലൊരു ഐഡിയ ആണ്. നമ്മുടെ പാരൻസിനും ടീച്ചേഴ്സിനും ഫ്രണ്ട്സിനും ഒക്കെ ഗിഫ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഐഡിയ ആണ്. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ വീട്ടിലായാലും കുറേ ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതൊക്കെ ഓരോന്നായിട്ട് ഓർഗനൈസ് ചെയ്ത് വെക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഓർഗനൈസറാണ്. അപ്പോൾ ഫാദേഴ്സ് ഡേക്ക് തീർച്ചയായിട്ടും നിങ്ങളിതൊന്ന് കൊടുത്തു നോക്കുക. അവർക്ക് എന്തായാലും സന്തോഷമാവും കേട്ടോ.
ഇനി ഇതിങ്ങനെ ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു യെല്ലോ പേപ്പർ ചെറിയൊരു പീസ് കട്ട് ചെയ്തെടുത്തിട്ട് ഇതേപോലെ ഒട്ടിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് അതിൻ്റെ ബാക്ക് സൈഡിൽ നമ്മളിതാ ഇവിടെയായിട്ട് ഒട്ടിക്കുക. അപ്പോൾ അത് ഫയൽ ക്ലോസ് ചെയ്യാനുള്ള സംഭവമായി. അങ്ങനെ നമ്മുടെ ഫയൽ ഓർഗനൈസർ അവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ പ്രൊജക്ട്സും അസൈൻമെൻറ്റ്സും ഒക്കെ ഓർഗനൈസ് ചെയ്ത് വെക്കാനുള്ള നല്ല അടിപൊളി ഓർഗനൈസറാണ്. അതുപോലെ തന്നെ വീട്ടിൽ നമ്മൾ ഫാദേഴ്സ് ഡേക്കോ അല്ലെങ്കിൽ മദേഴ്സ് ഡേക്കോ ഒക്കെ ഗിഫ്റ്റ് ചെയ്യുകയാണെങ്കിൽ അവർക്കും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഐഡിയ ആണ് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു A4 ഷീറ്റ് എടുക്കുകയാണ് നല്ലതെന്ന്. കാരണം ഇപ്പോൾ ഞാനിതിൽ കളർ പേപ്പർ വെച്ചപ്പോൾ കറക്റ്റായിട്ട് ആ ഫയലിൻ്റെ ഉള്ളിൽ ഇരിക്കുന്നുണ്ട്. പക്ഷേ A4 ഷീറ്റ് വെച്ചപ്പോൾ ആകെ ഇങ്ങോട്ട് ചുളിഞ്ഞിട്ടാണ് ഇരിക്കുന്നത്, കറക്റ്റ് അതിൻ്റെ ഉള്ളിൽ കൊള്ളുന്നില്ല. അപ്പോൾ നമ്മൾ കളർ പേപ്പറിൻ്റെയും A4 ഷീറ്റ് പേപ്പറിൻ്റെയും സൈസിൽ വ്യത്യാസമുണ്ട്. നമ്മൾ സാധാരണ സ്കൂളിലേക്കൊക്കെ കൂടുതലും A4 ഷീറ്റിലായിരിക്കും അസൈൻമെൻറ്റ്സ് ഒക്കെ എഴുതുക. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ A4 ഷീറ്റിൽ ചെയ്യുമായിരിക്കും നല്ലതെന്ന് കേട്ടോ. അപ്പോൾ നമ്മുടെ ആവശ്യത്തിന് അനുസരിച്ചുള്ള വലിപ്പത്തിൽ ചെയ്യാനായിട്ട് ശ്രമിക്കാം. അത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ ക്രാഫ്റ്റ് ഇവിടെ അവസാനിക്കുകയാണ്. പിന്നെ ഇതാ നമ്മുടെ 2-3 ഫ്രണ്ട്സ് അയച്ചു തന്നിട്ടുള്ള ഫോട്ടോസ് ഉണ്ട്. എന്താ പറയുക, ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. ഇത് എനിക്ക് മെസ്സേജ് കിട്ടിയിട്ട് കുറച്ച് ദിവസമായി. ഞാൻ ലേറ്റായിട്ടാണ് മെസ്സേജ് ഓപ്പൺ ആക്കി നോക്കിയത്, സമയക്കുറവ് കാരണം. പക്ഷേ ഇത് കണ്ടപ്പോൾ കൂടുതലും ഞാൻ ചെയ്തിട്ടുള്ള ക്രാഫ്റ്റ് തന്നെയാണ് അവർ നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ട് എനിക്ക് ഫോട്ടോസ് അയച്ചു തന്നിട്ടുള്ളത്. ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ ഇത്രയും സപ്പോർട്ട് തരുന്നതിന്. അപ്പോൾ എല്ലാവരും ഇതേപോലെ ട്രൈ ചെയ്തിട്ട് ഫോട്ടോസ് അയച്ചു തരുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചിരുന്നു. അപ്പോൾ ഇൻസ്റ്റാഗ്രാമിലേക്കാണ് എല്ലാവരും അയച്ചു തരേണ്ടത്. ഞാൻ ലിങ്ക് എല്ലാം താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും അതൊന്ന് ഫോളോ ചെയ്യുക, ഫോളോ ചെയ്യുക. അപ്പോൾ അതിലേക്ക് അയച്ചാൽ മതി കേട്ടോ. എല്ലാവർക്കും പരമാവധി ഞാൻ റിപ്ലൈ കൊടുക്കാനായിട്ട് നോക്കുന്നുണ്ട്. അപ്പോൾ ഒരിക്കൽ കൂടി എനിക്ക് ഫോട്ടോസ് അയച്ചു തന്നിട്ടുള്ള എൻ്റെ കൂട്ടുകാർക്ക് ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ. മനസ്സ് നിറഞ്ഞാണ് പറയുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷം. ഇപ്പോൾ ക്രാഫ്റ്റ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.